പിണറായി വിജയനെതിരായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വീണ്ടും ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരാൾ മറ്റൊരാളെ ജയിലിൽ ഇടുന്നതിനെക്കുറിച്ച് പറയുന്നു. കേരള മുഖ്യമന്ത്രി രാഹുലിനെതിരെ കടുത്ത ഭാഷ ഉപയോഗിച്ചു. താൻ പോലും അത്തരം കടുത്ത ഭാഷ പ്രയോഗിച്ചിട്ടില്ല. ഇന്ത്യ സഖ്യം പരസ്പരം ഏറ്റുമുട്ടുകയാണെന്നും നരേന്ദ്രമോദി വിമർശിച്ചു. അമേഠിയിൽ നിന്ന് ഓടിപ്പോയ രാഹുൽ ഗാന്ധി വയനാടും ഉപേക്ഷിക്കുമെന്നും മോദി പറഞ്ഞു. क्योंकि उनके अलायंस के साथी भी एक दूसरे को गालियां दे रहे हैं। कल आपने उनके एक साथी केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता हूं, ऐसी भाषा बोली है उन्होंने साथी को। ये हाल है उनका। अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे। ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്. ശരത് കെ ശശി, കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ പരസ്പരം നടത്തിയ വാക്പോര് അത് ദേശീയ തലത്തിൽ ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃത്യമായി BJP പാളയത്തിലേക്ക് ആയുധം കൊണ്ടുവച്ച പോലെയാവുകയാണോ ഈ വാക്പോര്? എന്തൊക്കെയാണ് നരേന്ദ്രമോദി ഇന്ന് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് ഈ ഏറ്റുമുട്ടലിനെ കുറിച്ച് പറഞ്ഞത്? സുജയ, മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വാക്പോര് ഏതായാലും BJPക്ക് ആയുധമായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ ആയുധം തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ തന്നെ പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിന് എത്രത്തോളം ദൗർബല്യമുണ്ട് എന്നത് വ്യക്തമാക്കുന്നതിന്റെ ഉദാഹരണമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴത്തെ രാഹുൽ പിണറായി വാക്പോര് പ്രധാനപ്പെട്ട ഒരു തെളിവായി അവതരിപ്പിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തന്നെ പരസ്പരം ചീത്ത വിളിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു. ഒരാൾ മറ്റൊരാളെ ജയിലിലിടുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതേസമയം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നു. താൻ പോലും അത്തരം ഭാഷ ഉപയോഗിച്ചിട്ടില്ല എന്നും പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറയുന്നു. ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന ആളുകളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ഈ 25% സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇങ്ങനെ കെട്ടുറപ്പില്ലാത്ത ഈ ഒരു സംവിധാനത്തെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യമാണ് പിണറായി രാഹുൽ വാക്പോര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും മോദി കുറച്ച് കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലും പ്രതിസന്ധി നേരിടുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലും തോൽക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏപ്രിൽ 26-ാം തീയതി വോട്ടെടുപ്പ് കഴിയുന്നതോടെ മറ്റൊരു സുരക്ഷിത മണ്ഡലം അദ്ദേഹത്തിനായി പ്രഖ്യാപിക്കും എന്നുകൂടി അവിടെ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇപ്പോഴത്തെ രാഹുൽ പിണറായി വാക്പോര് എന്ന് വ്യക്തമാവുകയാണ്. പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് റാലികളിലും ഈ വിഷയം ഇന്ത്യ സഖ്യത്തിന്റെ വലിയ ദൗർബല്യത്തിന് തെളിവായി അവതരിപ്പിക്കുന്നു. അത് തീർച്ചയായും BJPക്ക് ആയുധം ഇന്ത്യ സഖ്യം വെച്ച് നൽകുന്നത് പോലെ എന്ന വിമർശനം പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു.